ഹലോ ഗുമീസ്. അങ്ങനെ സീസണിലെ ആദ്യ 3 മത്സരങ്ങളിൽ തോറ്റ് ധോണിയില്ലാത്ത ചെന്നൈ വെറും വട്ടപൂജ്യമാണെന്ന് പറഞ്ഞ ചെന്നൈ ഹേറ്റേഴ്സിൻ്റെ വായടപ്പിച്ചുകൊണ്ട് അവസാന 7 മത്സരങ്ങളിലെ 5 മത്സരം ജയിച്ച് പോയിന്റ് ടേബിളിൽ 10 പോയിന്റുമായി 6ാം സ്ഥാനത്ത് തുടരുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇതോടെ പ്ലേ ഓഫിലെത്താനുള്ളൊരു സാധ്യതയും ചെന്നൈ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയും ചെന്നൈക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചത് മറ്റാരുമല്ല, നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ്. ചെന്നൈ ജയിച്ച 5 മത്സരങ്ങളിലും സഞ്ജു സാംസൺ നേടിയത് 360 റൺസാണ്. അതായത് ചെന്നൈ തോറ്റ 5 മത്സരങ്ങളിലും സഞ്ജു സാംസൺ നേടിയത് ഇവിടെ 40 റൺസാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സഞ്ജു സാംസൺ കളിച്ച ചെന്നൈ ജയിക്കും എന്നൊരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒരു പോകും. ഡൽഹിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ആദ്യ 2 മത്സരങ്ങൾ ജയിച്ചാണ് ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയത്. പക്ഷേ അവസാന 4-5 മത്സരങ്ങളിലും ഒരു മത്സരം മാത്രമേ ഡൽഹി ക്യാപിറ്റൽസ് ജയിക്കാൻ സാധിച്ചുള്ളൂ. അവരുടെ ഒരു കണക്ക് നോക്കുകയെന്ന് വെച്ചാൽ, അവരുടെ ഹോം മത്സരം നോക്കുകയെന്ന് വെച്ചാൽ 10 മാച്ചിൽ, അതായത് 2025 സീസൺ മുതൽ 10 മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ 2 മത്സരങ്ങൾ മാത്രം ഹോം ഗ്രൗണ്ടിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഹോം ഗ്രൗണ്ടിനേക്കാളും മത്സരങ്ങൾ ജയിച്ചിട്ടുള്ള അവർ എവേ മാച്ചസിലാണ്. അത് മറ്റൊരു വസ്തു. ഇന്നലെ CSK ഫീൽഡർ കാണിച്ച വന്നബദ്ധമാണ് DC വന്നൊരു തോൽവിയിൽ നിന്ന് രക്ഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലേക്കൊക്കെ വരാം. DC വേഴ്സസ് CSK മാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വരാം. വീഡിയോ തുറന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മത്സരത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ടോസ് നേടിയ ഡൽഹി ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ചെന്നൈക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അതെനിക്ക് കുറച്ച് പേടി തോന്നി. കാരണം സാധാരണ പതിവ് പോലെ എല്ലാവരും ബോളിംഗാണ് തിരഞ്ഞെടുക്കുക, കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ്. പക്ഷേ പുള്ളി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് തെറ്റെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു ഡൽഹിയുടെ ബാറ്റിങ്ങും. പവർ പ്ലേയിൽ തന്നെ ഓപ്പണേഴ്സായ പാറ്റ് നസിങ്ങും അതുപോലെ തന്നെ KL രാഹുലിനെ പറഞ്ഞയച്ച് CSK ബോളർമാർ നല്ല ഒരു ബോളിംഗ് പെർഫോമൻസാണ് പവർ പ്ലേയിൽ കാഴ്ചത്. എസ്പെഷ്യലി അക്കീൽ ഹുസൈൻ ഈ പുള്ളി, അതുപോലെ മറ്റേ മുകേഷ് ചൗധരി. പിന്നീട് വന്ന നിതീഷ് റാണയും കരുൺ നായരെയും പറഞ്ഞയച്ച് 100 അഹമ്മദും തുടങ്ങിയപ്പോൾ ഡൽഹിക്ക് ആദ്യമേ തന്നെ പകർച്ച നേരിടുന്നു. ക്യാപ്റ്റൻ അക്സർ പട്ടേലിനെയും ഗുർപ്രീത് സിംഗ് പറഞ്ഞയച്ചതോടുകൂടി ഡൽഹി ബാറ്റിംഗ് 69-5 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചെന്നൈ പ്ലെയറാണ് ഡൽഹിയെ ഒരു വൻ തോൽവിയിൽ നിന്ന് രക്ഷിച്ചെടുത്തെന്ന് പറയാം. 11ാം ഓവറിൽ ഗുർപ്രീത് സിംഗിൻ്റെ ആദ്യ ബോളിൽ ട്രിസ്റ്റൻ സ്റ്റെപ്സിനെ കൊടുക്കാനുള്ള ഒരു അവസരം ചെന്നൈ ഫീൽഡറായ 100 അഹമ്മദ് വിട്ടുകളയായിരുന്നു. ട്രിസ്റ്റൻ സ്റ്റെപ്സും അതുപോലെ തന്നെ സമീർ ഹുസൈനും ചേർന്നുള്ള 6ാം വിക്കറ്റിലെ 65 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പിലാണ് ഡൽഹിയെ 155 എന്നൊരു സ്കോറിലേക്ക് എത്തിച്ചത്. ഒരു പക്ഷേ ട്രിസ്റ്റൻ സ്റ്റെപ്സിനെ അപ്പോൾ പുറത്താക്കിയെങ്കിൽ ഡൽഹി ഒരു 100-ൽ ഒതുങ്ങിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഇന്നലെ 31 പന്തിൽ 38 റൺസാണ് ഡൽഹിക്ക് വേണ്ടി നേടിയത്. അതുപോലെ തന്നെ സമീർ ഹുസൈയുടെ ഇന്നിങ്സ് എടുത്ത് പറയേണ്ടതാണ്. 24 പന്തിൽ 40 റൺസാണ് സമീർ ഹുസൈൻ ഡൽഹിക്ക് വേണ്ടി നേടിയത്. അതിൽ 4 6 മാത്രം ഉൾപ്പെടുന്നൊരു ക്ലിയർ ഇന്നിങ്സ് തന്നെയായിരുന്നു. അങ്ങനെ ഡൽഹി ഒരു 185-7 എന്നൊരു ഭേദപ്പെട്ടൊരു സ്കോറിലേക്ക് എത്തിക്കാനും ഇരുവർക്കും സാധിച്ചു എന്നുണ്ട്. ചെന്നൈ ബോളിലേക്ക് ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബോളിംഗ്. അൻഷുൽ കാംബോജ്, അതായത് ചെന്നൈക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത അൻഷുൽ കാംബോജ് മാത്രമാണ് കുറച്ച് എക്സ്പെൻസീവ് ആയത്. 4 ഓവർ വിട്ട് കൊടുത്തത് 49 റൺസാണ്. അഖിൽ ഹുസൈൻ ഇന്നലെ 4 ഓവറിൽ വെറും 19 റൺസ് വിട്ട് കൊടുത്ത് ഒരു വിക്കറ്റ് എടുക്കുകയും, അതുപോലെ തന്നെ മുകേഷ് ചൗധരി അത്യാവശ്യം നല്ലൊരു ബോളിംഗാണ് കാഴ്ചവെച്ചത്. 4 ഓവറിൽ 31 റൺസ് മാത്രം വിട്ട് കൊടുത്ത് ഒരു വിക്കറ്റ് എടുക്കുകയും, 100 അഹമ്മദ് 3 ഓവറിൽ 22 റൺസ് മാത്രം വിട്ട് കൊടുത്ത് 2 വിക്കറ്റ് നേടുകയും ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു ബോളിംഗ് പ്രകടനമാണ് ഇന്നലെ CSKയുടെ ഭാഗത്തുനിന്ന് കണ്ടത്. അങ്ങനെ ഡൽഹിയുടെ 155 എന്നൊരു സ്കോർ ചേസ് ചെയ്യാൻ CSK ഓപ്പണേഴ്സായ സഞ്ജു സാംസണും ക്യാപ്റ്റൻ ഗെയ്ക്വാദും കൂടി വരുന്നു. 4ാം ഓവറിലെ അവസാന പന്തിൽ ലുങ്കി സാങ്കേയും കൂടി എറിഞ്ഞ ബോളിൽ ഒരു സ്ലോ ബോൾ ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്ത് സമീർ ഹുസൈയുടെ കയ്യിൽ എത്തിച്ച് ക്യാപ്റ്റൻ ഗെയ്ക്വാദ് മടങ്ങുന്നു. വെറും 13 പന്തിൽ 6 റൺസ് മാത്രമാണ് ക്യാപ്റ്റൻ്റെ സമ്പാദ്യം. 1 ഡൗണായി വരുന്നത് ഉർവിൽ പട്ടേലാണ്. ഉർവിൽ പട്ടേലിൻ്റെ അത് നല്ലൊരു 6 കണ്ടു. അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് പ്രകടനമാണ്. അതായത് 9 ബോളിൽ 17 റൺസ് മാത്രമാണ് ഉർവിൽ പട്ടേലിൽ നിന്നത് നേടാൻ സാധിച്ചെങ്കിലും നല്ല കിട്ടില്ല 2 6 കൊണ്ടൊരു കളി കൂടിയായിരുന്നു പുള്ളിയുടെ ഭാഗത്തുനിന്ന്. എന്നാൽ ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ഉർവിൽ പട്ടേലിനെ പുറത്താക്കി ഡൽഹിക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകിയെങ്കിലും പിന്നീട് വന്ന കാർത്തിക് ശർമ്മയും, അതായത് 14 കോടിക്ക് ചെന്നൈ ടീമിലെത്തിയ കാർത്തിക് ശർമ്മയും സഞ്ജുവും ചേർന്ന് ചെന്നൈയെ അവരുടെ 5ാം വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു പറയാം. കാർത്തിക് ശർമ്മ ഇപ്പോൾ ബാക്ക് ടു ബാക്കാണ് നല്ല 2 ഇന്നിങ്സുകൾ കളിച്ചത്. അതായത് സീസണിൻ്റെ തുടക്കത്തിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു പ്ലെയറാണ് കാർത്തിക് ശർമ്മ. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലും ഇന്നലത്തെ മത്സരത്തിലും നല്ലൊരു
ചെന്നൈക്ക് വേണ്ടി നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. ഒരു പക്ഷേ ആയുഷ് മാത്രയുടെ ഒരു വിടവ് കാർത്തിക് ശർമ്മ നികത്തിയെന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാം വിക്കറ്റിൽ ഇരുവരും കൂടി ചേർന്ന് 114 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ചെന്നൈക്ക് വേണ്ടി നേടിയത്, ചെന്നൈയെ വിജയത്തിലേക്ക് എത്തിച്ചതും. സഞ്ജു സാംസൺ ഇന്നലെ 52 പന്തിൽ 7 4ഉം 6 6ഉം ഉൾപ്പെടെ 87 റൺസ് എടുത്ത് ചെന്നൈയുടെ വിജയത്തിൽ നിർണായക സ്വാധീനമായി. അതുപോലെ തന്നെ കാർത്തിക് ശർമ്മ ഇന്നലെ 31 പന്തിൽ 4 4ഉം 2 6ഉം ഉൾപ്പെടെ 41 റൺസും നേടി. ഒരു പക്ഷേ സഞ്ജു സാംസൺ ഇന്നലെ അടുത്തൊരു സെഞ്ചുറി ഉണ്ടായിരിക്കുകയായിരുന്നു. പക്ഷേ വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ തൻ്റെ ടീമിൻ്റെ സ്വന്തം വിജയമാണ് എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരനാണ് നമ്മുടെ സഞ്ജു. അത് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിലും കണ്ടതാണ്. ഡൽഹിയുടെ ബോളർമാരിലേക്ക് വെച്ചാൽ മിച്ചർ സ്റ്റാർക്ക് എന്നുള്ള 4 ഓവറിലും വിക്കറ്റൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ 30 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. കുറച്ചുകൂടി ഒരു ഭേദപ്പെട്ട ബോളിംഗ് പ്രധാനമായി ചോദിച്ചാൽ അക്ഷർ പട്ടേൽ തന്നെയാണ്. അക്ഷർ പട്ടേൽ 4 ഓവറിൽ 25 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അതുപോലെ ലുങ്കിയെങ്കിലും 4 ഓവറിൽ 30 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. പിന്നെ ടി നടരാജൻ ഒന്നും പറയാനില്ല, പുള്ളി ചെണ്ടകളുടെ ചെണ്ടാന്ന് പറയും. ഇന്നലെ വെറും 2.3 ഓവറിൽ വിട്ടുകൊടുത്ത് 39 റൺസാണ്. അതായത് ഇത്രയും ഒരു ലോ സ്കോർ പോലും ചേസ് ചെയ്യാൻ മത്സരത്തിൽ പോലും പുള്ളിയുടെ എക്കണോമി എന്ന് പറയുന്നത് 15-ന് മുകളിലാണ്. അപ്പോൾ എന്തിനും ഈ വീണ്ടും ഈ ചിന്തകൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CSK അടുത്ത മത്സരങ്ങൾ വരുന്നത് ലക്നൗ സൂപ്പർ ജയൻസ് ആയിട്ടാണ്. അടുപ്പിച്ച് 2 മത്സരങ്ങൾ LSG ആയിട്ടാണ്. അവർക്ക് ഇനി 4 മത്സരങ്ങളിൽ 3 ജയിച്ചാൽ പോലും പ്ലേ ഓഫിലേക്ക് കിടക്കാം. അതുപോലെ ഡൽഹി ക്യാപിറ്റൽസിനും അടുത്ത 5 മത്സരങ്ങളിൽ 4 ജയിക്കേണ്ടി വരും. കാരണം 8 പോയിന്റ് ഉള്ളൂ. ആ ഒരു നാളെന്ന് വിചാരിച്ചാൽ തന്നെ അവർക്കും പ്ലേ ഓഫിൽ കിടക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ 2 മത്സരങ്ങളും KKR ആയിട്ടാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. KKR താരതമ്യേന ദുർബലമാണെങ്കിലും ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 മത്സരങ്ങൾക്ക് ജയിച്ചൊരു തിരിച്ചുവരേണ്ട പതിയിലാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. IPL ഇങ്ങനെ സീസൺ പുരോഗമിക്കും തോറും ഏതൊക്കെ ടീമുകൾ കയറും ഏതൊക്കെ ടീമുകൾ വീഴും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാത്ത ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.